Good morning, all. Sorry, Good morning. afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. Happy New Year, all. Good afternoon, ma'am. Happy New Year, Miss. Happy New Year. വളരെ സ്ട്രെങ്ത് കുറവാണ്. Happy New Year, sir. Happy New Year, all. Okay. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ നീഡ്സ് അല്ലേ? അതെ മാം. കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ? കംപ്ലീറ്റ് ആയാൽ മിസ് പ്രയർ പ്രയർ പറഞ്ഞോട്ടാ. മാം നീഡ്സും ബാലൻസും സോറി മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല. പ്രയർ പാടട്ടെ മിസ്. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വനമേകിയും നമ്മൾ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിന് കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വനമേകിയും നമ്മൾ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. പൊന്നു സൗണ്ട് കുറച്ച്. Okay. Sani, ഞാൻ thought of the day പറഞ്ഞോട്ടോ. Thought of the day. Education is the most powerful weapon which you can use to change the world. I repeat again, education is the most powerful weapon which you can use to change the world. നെൽസൺ മണ്ടേല. ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് വിദ്യാഭ്യാസം. താങ്ക് യു. മിസ് സോറി, ഞാനേ മൈക്ക് ഓഫ് ചെയ്തു എന്നുള്ളതിലാ പറഞ്ഞേ. കുഴപ്പമില്ല. സൈൻ ഇൻ ചെയ്യട്ടെ. ഗുഡ് മോർണിംഗ് ജയശ്രീ. സൈൻ ചെയ്തോട്ടാ. മേലെ മേലെ മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽ കിനാവിന്റെ ചെപ്പില് വീണുമയങ്ങുമെന്നുത്തേ നിന്നെ തഴുകി തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്ന മോഹം
മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാത്തുന്നു മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാത്തുന്നു. സനിൻ ബൈ മേഘ. നന്നായിരുന്നു മേഘ. താങ്ക് യു മിസ്. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും എല്ലാവർക്കും അല്ലേ? അതെ മിസ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക് യു. ന്യൂ ഇയർ ഒക്കെ സന്തോഷ് അടിച്ചു വിളിച്ചോ? പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ? എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസാ മിസ്സേ. പനി, ചുമ. ഓ സെയിം. ഞാനും വീക്കാണ് ഭയങ്കരമായിട്ട്. വയ്യ. സംസാരിക്കുമ്പോ ക്ലാസ് എടുക്കുമ്പോ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ചുമ. ഇപ്പൊ 3ാമത്തെ ക്ലാസ് അപ്പൊ ഭയങ്കരമായിട്ട് വീക്കാവുന്നു. കുഴപ്പമില്ല, മാറും. അപ്പോ നമ്മള് പാർട്ട് 2 കംപ്ലീറ്റ് ആയോ ടീച്ചേഴ്സ്? ഞാൻ നീഡ്സ് കംപ്ലീറ്റ് ചെയ്തോ? നീഡ്സ് കഴിഞ്ഞു മിസ്സേ. ഇനി നമുക്ക് എടുക്കാനുള്ളത് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുക്കാനുണ്ട്. 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ അല്ലേ? 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഓക്കേടാ, 1 മിനിറ്റ് കേട്ടാ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് അല്ലേ? മാം 2 മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? ന്യൂട്രീഷൻ, ബാലൻസ് ഡയറ്റ്, നീഡ്സ്. ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. ഓക്കെ. ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റോട് അസ്ന ഓക്കെ മാം. ഓക്കെ. ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ, റെഡി ആയിട്ടില്ല. ദെൻ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. നീഡ്സിന്റെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. നീഡ്സിന്റെ ഇട്ടേക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കൊടുത്തേക്കാം തന്നെ. ഓക്കെ. ദെൻ നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ. പേജ് നമ്പർ 45. എല്ലാവരും എടുക്കാം. ആരും പാർട്ട് 4ലേക്ക് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ബാക്കി ആരും അത് എടുത്തോണ്ടിരിക്കാണല്ലേ ചാപ്റ്റേഴ്സ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയോ? എഡ്യൂക്കേഷൻ സൈക്കോളജി അതെടുത്തിട്ടില്ല മാം. എടുത്തിട്ടില്ലേ? അതെടുത്തിട്ടില്ല. ഇല്ലേ? 3 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്. 1 മിനിറ്റ് കേട്ടോ. അല്ല, എഡ്യൂക്കേഷൻ സൈക്കോളജി ആതിര മിസ് എടുക്കുന്നില്ലേ? എടുത്തിട്ടില്ലല്ലോ. ആതിര മിസ് എടുക്കുന്ന ഇപ്പൊ അത് ക്ലാസ് എടുക്കാന്നാണോ പറഞ്ഞ മിസ്?
ഓക്കെ, ഞാൻ ആദ്യ മിസ്സിനോട് ചോദിച്ചോളാം കേട്ടോ. കാരണം ഞങ്ങൾക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് എൻക്വയറി ചെയ്തതാണ്. അപ്പോഴത്തേക്ക് എക്സാമിന്റെ ടൈം എക്സാം വരാറായിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ എടുത്തിട്ടില്ല അല്ലെ? ഇല്ല മിസ്. ഡേറ്റ് എന്നായിരിക്കും മിസ്സേ? അല്ലടാ, എന്തായാലും ഡേറ്റ് വന്ന ഒരു 2 വീക്സിനുള്ളിൽ എക്സാം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വേറെ പഠിക്കാനുള്ള ടൈം ഉണ്ടാവും. പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 ഉം 2 ആയിരിക്കും എക്സാം. പേടിക്കണ്ട, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിങ്ങളെ തന്നെ നോക്കാണ്, എക്സ്പെരിമെന്റ് ചെയ്യാണ് വെച്ചാൽ ഞങ്ങളൊക്കെ പഠിച്ചോന്ന്. അപ്പൊ നമ്മള് എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റില് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് വരാറുണ്ടല്ലേ. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ റെസ്പോൺസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീലിംഗ്സ് ആയിരിക്കും. ചിലപ്പോ എനിക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരയും. ചിലപ്പോൾ ചിലവർ ചിരിക്കും. അപ്പൊ ഓരോരുത്തരുടെ ഇമോഷൻസും പ്രകടിപ്പിക്കുന്ന രീതി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ സന്തോഷം കൂടിക്കഴിഞ്ഞാൽ ഈ കണ്ണിന്ന് വെള്ളം വരും. അത് അപ്പൊ വിചാരിക്കും വിഷമം കൊണ്ടാണോ എന്ന്. പക്ഷെ അത് സന്തോഷം ഉള്ളിൽ വന്നിട്ട് ആ ഒരു ഇമോഷൻ പ്രകടിപ്പിക്കുന്ന രീതിയാണ്. ഇറ്റ്സ് ഇൻവോൾവ് സൈക്കോളജിക്കൽ എന്താ പറയാ എക്സ്പ്രഷൻ, ബിഹേവിയർ ഒക്കെയാണ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിനെയാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് ഒരുപാട് ഇമോഷൻസ് വരും അല്ലെ. ആങ്കർ, ഫിയർ, ജെലസി, വെറി, ലവ്, ജോയ്, ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ്, ഡിസ്ഗസ്റ്റ്, ഇതൊക്കെ നമുക്ക് വരുന്ന ഫീലിങ്സും ഇമോഷൻസും ആണ്. മുതിർന്നവരെ സംബന്ധിച്ച് നമുക്ക് ദേഷ്യം വരും ചിലവരോട്. ഫിയർ, ഭയം, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ജലസി, ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നൂല, അസൂയ തോന്നൂലേ, ഓ ഞാനിങ്ങനെ അതങ്ങനെ. വേറെ ടെൻഷൻ ഉണ്ടാവും അല്ലെ. ലവ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ആണ്. നമുക്ക് ഒരു പ്രത്യേകമായിട്ടൊരു നല്ലൊരു ഇമോഷൻ ആണ് ലവ്. ജോയ്, ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം കാര്യങ്ങൾ. പിന്നെ സാഡ്നെസ്, ആവശ്യമില്ലാതെ വിഷമം വരാറുണ്ട്, അല്ലാതെ എന്താ പറയാ സാഡ്നെസ് വരാറുണ്ട്. പിന്നെ സർപ്രൈസ്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇമോഷൻ ആണ് സർപ്രൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഞാൻ മോളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്റെ മോളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടും കുഞ്ഞിന് ഇന്നൊരു സർപ്രൈസ് ഉണ്ടാന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അപ്പൊ ഞാൻ സർപ്രൈസ്. പിന്നെ ഡിസ്ഗസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടക്കേട്, ചില കാര്യങ്ങളോട് നമുക്ക് ഇഷ്ടമില്ലായിരിക്കും. അതും ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആയിരിക്കും. ചില എന്തെങ്കിലും ഒരു വ്യക്തിനോടാവാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ഗസ്റ്റും കാര്യങ്ങളും വരാറുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷൻസ്, development of these emotions is largely affected by the relationship with the parents, siblings and peer groups. നമ്മളുടെ ടെസ്റ്റിലൊന്നുമില്ല, എവിടെ നോക്കണ്ട. നമ്മളുടെ ഇമോഷൻസ് ലാർജ്ലി അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ്, ഫാമിലി, സിബ്ലിങ്സ്, പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. അപ്പൊ ഫാമിലി ഫസ്റ്റ് നമ്മളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന എവിടെയൊക്കെ ഫാമിലിയിലായിരിക്കും. എല്ലാവരും എന്റെ അനിയത്തിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവള് ഭയങ്കര പാവം കുട്ടിയാണ്. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവള് ഭയങ്കര പാവം, ഒന്നും സംസാരിക്കില്ല, മിണ്ടാക്കും, ഒന്നും സംസാരിക്കില്ല. പക്ഷെ ഫാമിലിയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവള് പ്രകടിപ്പിക്കാത്ത ഇമോഷൻസ് ഉണ്ടാവില്ല. അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്നൊക്കെ ദേഷ്യം കൂടായി കളയും. അപ്പൊ നമ്മൾ ഫാമിലിയിലാണ് കൂടുതലായിട്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് അല്ലെ. എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് ഇമോഷൻസും കാര്യങ്ങളും നല്ല രീതിയിൽ പ്രകടിപ്പിക്കും. അപ്പൊ ദേഷ്യം വന്നാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കും. അതേപോലെ നമ്മുടെ സിബ്ലിങ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമോഷണൽ ബാലൻസിങ്ങിന്, ഇമോഷണൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇമോഷൻ ഡെവലപ്പ് ത്രൂ എക്സ്പീരിയൻസ്. തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി എക്സ്പീരിയൻസിലൂടെ, അതായത് നമ്മൾ കടന്നു പോയ കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് എന്താ പറയാ, ഞാൻ അതിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ അതിൽ തന്നെ പിടിച്ചു നിൽക്കണം ഭയങ്കര വാശിയുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ആ കാര്യം കറക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഞാനത് വിട്ടു, പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കില്ല. എന്നുവെച്ചാല് വാശിയോ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഇമോഷൻസ് മെച്യൂരിറ്റി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മെച്യൂരിറ്റി ആകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ മെച്യൂർഡ് ആകുന്നതിനനുസരിച്ച് ഇമോഷൻസ് ഡെവലപ്പ് ആകും. നമ്മൾ ലേൺ ചെയ്യുന്നതനുസരിച്ചും
ഡെവലപ്മെന്റ് വരും. എഡ്യൂക്കേഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടർ ആണ് ഇമോഷണൽ ഡെവലപ്മെന്റിന്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് കുറച്ച് എന്താ പറയാ, കുറച്ച് അവര് നല്ല രീതിയിലായിരിക്കും അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻസ് ആണ്. ഇമോഷൻ എക്സ്പീരിയൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ബയോളജിക്കൽ ഡെറൈവ്സ്. ബയോളജിക്കൽ ഡെറൈവ്സ് ആയിട്ട് ഇമോഷൻസിന് ഇമോഷണൽ എക്സ്പീരിയൻസ് അസോസിയേറ്റഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയർ, പേടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ വരും. ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ ഈ സങ്കടം ദേഷ്യം വന്നു വിചാരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുഖം ചുമന്ന് തൊടുക്കും. ഈ കവളഴകും, ഈ രണ്ട് കവളും ഇവിടേക്ക് ഇങ്ങനെ ചുമന്നിരിക്കും. അപ്പൊ ഹസ്ബൻഡ് എന്താ ചോദിക്കുന്നത്, ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷെ അത്രയും ദേഷ്യം കവളും മൂക്കും ഒക്കെ ചുമന്നിരിക്കുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ പ്രകടിപ്പിക്കും നമ്മുടെ ആ ഒരു ഇമോഷൻ നമ്മുടെ ഫേസില് നമ്മുടെ ബോഡിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞൊരു ഇമോഷൻ ഉണ്ട് കേട്ടോ. ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ആണെന്ന് വെക്കും. അപ്പൊ ആ ഇമോഷൻ അല്ലെങ്കിൽ ആ ഫീലിംഗ് എനിക്ക് വന്നു കഴിഞ്ഞാല് എനിക്ക് എന്താ പറയാ, വിശപ്പ് വളരെ കൂടുതലായിരിക്കും. എന്ത് കിട്ടിയാലും കഴിക്കും. ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. എക്സാമിന്റെ ഒക്കെ തലേന്നൊക്കെ ആണെങ്കിലും ശരിക്കും വിശപ്പ്. ഫുഡ് എന്തോരം കഴിച്ചാലും അത് എന്താ പറയാ, വിശപ്പ് മാറാത്ത പോലെ അത്രയും ഭയങ്കരമായിട്ട് വിശപ്പായിരിക്കുള്ളൂ. എന്റെ ഒരു ക്യാരക്ടർ വളർന്നാണെങ്കിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് നന്നായിട്ട് കഴിക്കും. അപ്പൊ നമ്മളത് പ്രകടിപ്പിക്കുന്ന ആണോ? ഓക്കെ. ഇമോഷൻസ് ആർ ദ പ്രൊഡക്റ്റ് ഓഫ് പെർസെപ്ഷൻസ് ഓർ സെൻസ്. നമ്മളുടെ ഓരോരുത്തരുടെ സെൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ധാരണ അനുസരിച്ചിട്ടാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ചേഞ്ച് വിത്ത് പീപ്പിൾ. ഇത് ഓരോന്നും ഓരോ വ്യക്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാല്, ഇപ്പൊ ഒരാളുടെ ഒരു എക്സാമ്പിൾ തന്നെ വേണ്ട, ഒരു കുട്ടിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കുത്തിത്തറക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും നമ്മളോട്. മറ്റൊരു കുട്ടി ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും. സെയിം ഏജില് സെയിം പ്രായമുള്ള കുട്ടികൾ രണ്ടുപേരും പ്രകടിപ്പിക്കുന്നത് ഓരോ ഇമോഷൻസ് സെയിം ഇമോഷൻ ആണെങ്കിൽ പോലും പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഈ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നോക്കാൻ പോകുന്നത്. ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ക്ലാസ്സിലുള്ള 26 പേരും അല്ലെങ്കിൽ 25 പേരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതേപോലെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാനാണ് സന്തോഷം എന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ കരയുന്ന പറഞ്ഞത്. കാരണം ചിലർ ചിരിക്കുകയാണ് ചെയ്യാം, ചിലപ്പോൾ ഞാൻ കരഞ്ഞോണ്ടായിരിക്കും ചിരിക്കുന്നത്. ആ ഇമോഷൻ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റമാണ്. അപ്പൊ അത് ഓരോ വ്യക്തിയിലും ഇമോഷൻ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. അപ്പൊ എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഹസ്ബൻഡ് ദേഷ്യം വന്നു കഴിഞ്ഞാല് സംസാരിക്കൂല, മിണ്ടൂല, സൈലൻസ് ആണ്, മിണ്ടൂല. അപ്പൊ എന്ത് സംഭവിച്ചാലും വരില്ല, മിണ്ടാണ്ടിരിക്കുമ്പോ പറയുന്നു ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പൈസ അല്ല. ഇപ്പൊ എനിക്കാണ് ദേഷ്യം വന്നെങ്കിൽ ഞാൻ എന്താ പറയാ, ഞാൻ അങ്ങോട്ട് പോയി വഴക്കിടാൻ നിൽക്കുള്ളൂ. വീട്ടിലാണെങ്കിൽ ഫാമിലിയിലാണെങ്കിൽ പുറത്തൊക്കെ സംസാരിക്കില്ല. Every emotion expressed involves several physical and psychological changes in an organism. നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ബയോളജിക്കലി, ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. The basic way of expressing emotions are inborn and it's developed through maturity. നമ്മുടെ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തം വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ സങ്കടം വരുമ്പോ എങ്ങനെയാണ്, പെട്ടെന്ന് കരയുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ചെറുപ്പത്തിലൊക്കെ അച്ഛനമ്മയ്ക്ക് ഒന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്ന കരയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പൊ എന്താണ്, വഴക്ക് പറഞ്ഞോ, എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ദൂരം വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ, ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. മെച്യൂരിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ ഇതിനെ വഴക്ക് പറഞ്ഞ സങ്കടം പറഞ്ഞ ഞാൻ സങ്കടപ്പെട്ട എന്റെ ഇറച്ചി വെറുതെ പോണത്. നമ്മുടെ ഇൻസ്റ്റയില് റീൽസ് കാണാറില്ലേ, ഹസ്ബൻഡിന്റെ അടുത്ത് തല്ലു പിടിക്കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ വെച്ചെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. കുറെ നാൾ കരഞ്ഞിരിക്കും. കുറെ നാള് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊക്കെ ഒരു പ്രശ്നമില്ല, അത് എനിക്ക് എക്സ്പീരിയൻസ് ആയ പോലെയാവും. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളുടെ ഇമോഷൻസ് മെച്യൂരിറ്റിക്ക് അനുസരിച്ച് മാറും. സെയിം ഇമോഷൻ ക്യാൻ ബി ക്രോസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഡിഫറെന്റ് സ്റ്റിമുലേറ്റേഴ്സ്. ഒരു ഇമോഷൻ വരാനായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഡിഫറെന്റ് രീതിയിൽ സന്തോഷങ്ങൾ വരും. ചിലപ്പോൾ കോമഡി ഫിലിം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം എടുത്ത് ചിരിച്ച് കഴിയുമ്പോൾ ഹാപ്പിനെസ് കിട്ടി. അതല്ല സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോട് കുറച്ചു നേരം സംസാരിച്ച സന്തോഷം കിട്ടും. നല്ല ഫുഡ് കഴിച്ച സന്തോഷം കിട്ടും. കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും ആ സന്തോഷം കിട്ടും. നല്ല ഫുഡ് കഴിച്ചാൽ. പുറത്ത് ട്രാവൽ ചെയ്ത എനിക്ക് ഹാപ്പിനെസ് ആണ്. അതേപോലെ ക്ലാസ്
വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം, ക്ലാസ് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് വെച്ചാല് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലീവ് തന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവും ഇവിടെ, ക്ലാസ് എടുക്കേണ്ട വരില്ല. അപ്പൊ ക്ലാസ് എടുക്കുന്നതാണ് ഹാപ്പിനെസ്, ക്ലാസ് എടുക്കാതിരിക്കുന്നത് ബോറാണ്. വെറുതെ ഇരിക്കാൻ വെച്ചിട്ട് ഭയങ്കര ബോറടിയാണ്. ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് സന്തോഷം കിട്ടും. അപ്പൊ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കീ നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലെ. സന്തോഷത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണ്, നമ്മള് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ വർഷം എല്ലാവരും അവരുടെ ഹാപ്പിനെസിന്റെ കീ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് രീതിയിൽ ഡിഫറെന്റ് സ്റ്റിമുലേസിലൂടെ നമുക്ക് ഇമോഷൻസ് വരും. സങ്കടം വരാനും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിസ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് വേണ്ട എന്താ പറയാ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഇമോഷൻ റൈസ് എന്താ പറയാ പെട്ടെന്നായിരിക്കും ഇമോഷൻസ് വരുന്നത്, അത് റൈസ് സ്ലോലി. ഇപ്പൊ ദേഷ്യം വരുന്നത്, ഒരാളോടുള്ള ദേഷ്യം വന്നു കഴിയുന്നത് പെട്ടെന്നായിരിക്കും. ആ ദേഷ്യം മാറാൻ കുറെ ടൈം എടുക്കാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ചിരിയോട് കൂടി ഹാപ്പി ആയിട്ട് എഴുന്നേക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം എൻറ്റയർ ഡേ ഫുൾ ഹാപ്പിനെസ് ആയിരിക്കും. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരെങ്കിലും നമ്മളോടൊന്ന് വഴക്ക് പറയും ചൂടാവേ ചെയ്യാൻ അന്നത്തെ ദിവസം പോയി. അത് ഡിഫറെന്റ് ആണ്. അവർ ഇമോഷൻ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു ദിവസമെങ്കിലും ഉണ്ടാവും. ഇമോഷൻസ് ആർ പേഴ്സണൽ, ഇറ്റ് ചേഞ്ച് വിത്ത് പീപ്പിൾ. ഇമോഷൻസ് പേഴ്സണൽ ആണ്. എനിക്കൊരു സിറ്റുവേഷൻ ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുണ്ടെങ്കിൽ അതേ സിറ്റുവേഷൻ മറ്റൊരു വ്യക്തിക്ക് ആ ഹാപ്പിനെസ് കിട്ടണമെന്നില്ല, എന്റെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോ എനിക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോൾ സന്തോഷിക്കാൻ പറ്റണമെന്നില്ല. ഡിഫറെന്റ് രീതിയിലാണ് ഇമോഷൻസ് വരുന്നത്. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്, കുട്ടികളിലെ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ മുതിർന്നവരിലാണ്, കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ അമ്മമാര്? മോണ്ടിസോറി കോഴ്സ് എടുത്തതിന് ശേഷമാണ് കുട്ടികളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇടയ്ക്ക് ഞാൻ വിചാരിക്കും, ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുമായിരുന്നു ഈ മോളെ. അപ്പൊ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി തലോടും, പോട്ടെ വിഷമിക്കണ്ട, ഞാൻ അവന് ദേഷ്യം വന്നോണ്ടല്ലേ പോട്ടേക്ക് എന്ന് പറയും. എന്ന് വെച്ചാല് നമുക്ക് ഇമോഷൻസ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ അതേപോലെ കുരുത്തക്കേട് അവർ ഒപ്പിക്കണത്. പെട്ടെന്ന് ദേഷ്യം വരും, പിന്നെ ഞാൻ പോയിട്ട് സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് കൂളാക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇമോഷൻ വരുമ്പോ അങ്ങനെ പറയരുത്, ഞാൻ ദേഷ്യപ്പെടണം. ദേഷ്യപ്പെടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം കാണിക്കണ്ട. കാരണം എന്താണ്, ഞാൻ തന്നെ അത് ആലോചിച്ച് വിഷമിക്കണം. എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാല് ദേഷ്യം വരും ചെറിയ സിറ്റുവേഷനൊക്കെ നമുക്ക് ഹാൻഡിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഞാൻ എന്തെങ്കിലും ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് കൂളായിട്ട് കുഴപ്പമില്ല, ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ പിള്ളേരല്ലേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യും, പിന്നെ കുഴപ്പമില്ല. അതേപോലെ എന്താ പറയാ നമ്മള് ഇമോഷൻസ്, കുട്ടികളില് ഇമോഷൻസ് എങ്ങനെയായിരിക്കും, സിവിയർ ആയിരിക്കും അല്ലെ. അവർക്ക് അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും കരച്ചിൽ പറഞ്ഞാൽ എന്റെ പൊന്നോ. എന്റെ വീട്ടില് ഫാമിലിയില് ഓക്കെ എന്റെ വീട്ടില് ഇപ്പം ഇളയാള്, ഏറ്റവും ഇളയാള് ഭയങ്കര പുന്നാരാണ്. ഫാമിലി ഏറ്റവും ഇളയതാണല്ലോ, അപ്പൊ അത് ഭയങ്കര പുന്നാര. 2.5 വയസ്സായിട്ടുള്ള ആൾക്ക്. പക്ഷെ 2.5 വയസ്സ് കഴിഞ്ഞു. ആൾക്ക് അച്ഛൻ്റെ ഒക്കെ ഭയങ്കര കെയറും കാര്യങ്ങളും കിട്ടാണ്. അപ്പൊ അതുകൊണ്ടില്ലേ അവൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കരഞ്ഞ് സാധിക്കും. നമുക്കത് കരഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ കൊടുക്കും. മൂത്ത ആൾ നമ്മള് ഭയങ്കര അടിയാണ് ഈ സാധനങ്ങൾ പറ്റി. എന്തെങ്കിലും കളിപ്പാട്ടായിരിക്കും, ശരിക്കും പറഞ്ഞാൽ അത് അവളുടെ ഇരിക്കും. പക്ഷെ അവനത് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് അവനത് വാങ്ങിച്ചിടും. അപ്പൊ അവരുടെ ഇമോഷൻസ് കുറച്ച് സിവിയർ ആണ്. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവന് കൈ കിട്ടിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞവര്. ഓണ വഴിക്കായിരിക്കും എന്തെങ്കിലും സാധനം ഉണ്ടാവും, അവിടുത്തെ തമ്മിൽ തട്ടും. നല്ല ഇതാണ്, സ്ട്രെങ്ത് ആണ്. അവന്റെ ഇമോഷൻ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കും. ഞാൻ മോളെന്ന് വെച്ചാൽ ഭയങ്കര പാവാണ്, ഭയങ്കര അത്യാവശ്യം പാവം കുട്ടിയാണ്. കുരുത്തക്കേട് മാത്രമേ ഉള്ളൂ. ഇവിടെ മോൾക്കുണ്ട് ഇപ്പൊ അതേപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ എറിയും, ബാക്കിയുള്ള സാധനങ്ങള്. പിന്നെ അവള് കാര്യം നേടണ വരെ ഇങ്ങനെ വാശി കാണിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇനി 4 ഇയേഴ്സ് കഴിഞ്ഞു, ഈ 5th മാർച്ചിലാവും മിസ്. ഇളയ ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് ഈ കുറുമ്പും കാര്യങ്ങളും കൂടുതലുള്ളത്. നമ്മളിങ്ങനെ പിള്ളേരെ വളർത്തുന്നുണ്ടാവും. അവരുടെ ഇമോഷൻസ് ഭയങ്കര ഇതായിട്ട് പ്രകടിപ്പിക്കുന്നത്. സോ കുട്ടികള് ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ ഇമോഷൻസ് ഡിസിക്വിലിബ്രിയം ആണ്. ചിലപ്പോ പെട്ടെന്ന് ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, പെട്ടെന്ന് എവിടുന്നോ കരച്ചിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു ചെറിയൊരു ഏജ്, ഒരു 1 ഇയർ ഒക്കെ ഉള്ള സമയത്ത് 1
1.5 ഒക്കെ ഉള്ള സമയത്ത് കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചു കളിച്ചിരിക്കും. പെട്ടെന്നായിരിക്കും ഒരു സങ്കടം വരുന്നത്. ഒന്ന് അമ്മ മാറിക്കഴിഞ്ഞാൽ അപ്പൊ കരയും. ഓക്കെ, ഞാൻ ഇടയ്ക്ക് അനിയത്തിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഏൽപ്പിച്ചിട്ട് ആദ്യം ചെറുപ്പത്തില് ഞാൻ എന്തെങ്കിലും എന്റെ വർക്കിലേക്ക് പോവാറുണ്ട്. സോ ആ സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും. അത്രയും നേരം ഹാപ്പി ആയി സന്തോഷമായിട്ടിരുന്ന ആള് കരച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തില്ല, അതേപോലെ കരയും. അപ്പം അവരുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഡിസിക്ലിബ്രിയം ആണ്. ഒരു ടൈം ഡിസിക്ലിബ്രിയം ആണ്. പേജ് നമ്പർ എന്റെ ബുക്കിൽ ഇല്ലല്ലോ. ഒരു 1 മിനിറ്റ്. മിസ് 45 ആണ് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. 45 യൂണിറ്റ് 3 ആണ്. അപ്പോ നമ്മുടെ കുട്ടികളിൽ വരുന്ന ഇമോഷൻസ് എങ്ങനെയാണ്? ഡിസിക്ലിബ്രിയം ആണ്. ആ ഒരു സ്റ്റേജിൽ അവർക്ക് ഇമോഷൻസ് മാറും. അപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തില്ല ചിരിക്കുന്നതാണ്. പെട്ടെന്ന് ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ മാറി. എന്തുകൊണ്ടാണത്? ഡിസിക്ലിബ്രിയം ആയതുകൊണ്ടാണ്. പിന്നെ ഇമോഷൻസ് അപ്പിയർ മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി. നമുക്ക് എപ്പോഴെപ്പോഴും ഇമോഷൻസ് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അത് കുറച്ച് സിവിയർ ആയിരിക്കും. കരച്ചിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തില്ല അല്ലെ? അതേപോലെ ഇമോഷൻസ് പ്രകടിപ്പിക്കും. ഇമോഷൻസ് ആർ എക്സ്പ്രസ് ഇൻ റിലേഷൻ വിത്ത് കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ചില ഒബ്ജക്ട്സ് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അവര് ഇമോഷൻസ് പ്രകടിപ്പിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വലിച്ചെറിയും, നശിപ്പിക്കാൻ. പിന്നെ ഇമോഷൻസ് ടെമ്പററി ആണ്. കുഞ്ഞു കുട്ടികളുടെ ഇമോഷൻസ് പറഞ്ഞാൽ ടെമ്പററി ആണ്. പെട്ടെന്ന് ഷിഫ്റ്റ് ആകും, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇമോഷൻസ് ഷിഫ്റ്റ് ടെമ്പററി. അവർക്ക് ഇമോഷൻസ് വരാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേസ് ഒന്നും വേണ്ട. നമുക്ക് സന്തോഷം വരാൻ കാരണങ്ങളൊക്കെ ഇല്ലേ? അതേപോലെ കുട്ടികൾക്ക് കാരണങ്ങളൊന്നും വേണമെന്നില്ല. പിന്നെ കുട്ടികൾക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. ദേഷ്യമായാലും സങ്കടമായാലും ഒന്നും അവർക്ക് എന്തില്ല, ഹൈഡ് ചെയ്യാൻ അറിയില്ല. അവർ കരയും, അവർക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നെയിൽ ബൈറ്റ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ തമ്പ് സക്കിയും. അമ്മനെ കാണാണ്ടാവുമ്പോ തന്നെ തമ്പ് സക്കിയും. ചില കുട്ടികൾ അങ്ങനെയാ. അമ്മ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പൊ കൈ കൊണ്ടുപോകാറില്ല. എന്തുകൊണ്ടാണ്? അമ്മയെ കാണുന്നില്ല, അതിന്റെ വിഷമമാണ്. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയും, ഞാൻ കൊച്ചിന് വെച്ചിക്കണു, അവന് ഭക്ഷണം കൊടുക്കുക. അപ്പോഴേക്കും അമ്മനെ കിട്ടി, അപ്പൊ ഹാപ്പി. തമ്പൂന്ന് സക്കിയില്ല. പിന്നെ സ്പീച്ച് ഡിഫിക്കൽറ്റി. സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒബ്ജക്ട്സ് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയം, ആ സ്പീച്ച് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളും വരും. ആദ്യമായിട്ട് കുട്ടി ഒരു സ്ട്രേഞ്ചറെ കാണുകയാണെങ്കിൽ കുട്ടികൾ കണ്ടുവരുന്ന ഒരു ഡിഫിക്കൽറ്റിയാണ് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ സ്പീച്ച് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളും കുട്ടികളിൽ കോമൺ ആണ്. സോ നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. ഇമോഷൻസ് ആർ എക്സ്പെഷ്യലി സിവിയർ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. കുട്ടികളിലെ ഇമോഷൻ കുറച്ച് സിവിയർ ആണ്. ദിസ് ഈസ് ദ ടൈം ഓഫ് ഡിസിക്ലിബ്രിയം. ഈ കുട്ടികളിലുള്ള ഇമോഷൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിക്ലിബ്രിയം ആണ്. വെൻ ദ ചൈൽഡ് ആർ നോട്ട് ഓഫ് ഫോക്കസ് ഇൻ സെൻസ് that they are simply across to the emotional eruptions. അവർക്ക് ഇമോഷണൽ eruptions എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പെട്ടെന്നായിരിക്കും സന്തോഷം വരുന്നത്, സങ്കടം വരുന്നത്, ദേഷ്യം ആവുന്നത്. അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. സിവിയർ ഇമോഷണാലിറ്റി ഇൻ ചൈൽഡ്ഹുഡ് ഐഡന്റിഫൈഡ് ബൈ ടെമ്പർ ടെൻട്രം. ദേഷ്യം വരുന്നതും, ഇന്റൻസ് ഫിയർ, അൺറീസണബിൾ ഔട്ട്ബേർസ്റ്റ് ഓഫ് ജെലസി. ഇപ്പൊ നമ്മള് ഇപ്പൊ മൂത്താളോട് ഇളയാളോട് സ്നേഹം കാണിച്ചു നോക്ക്. മൂത്താള് വന്നിട്ട് പറയും, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെ, അമ്മയ്ക്ക് അവരെയുള്ള ഇഷ്ടം. എന്നോട് എപ്പോഴും പറയുകയാണ്, ഇളയാളൊന്നും എടുത്ത് കൊഞ്ചിക്കാൻ പറ്റിയിട്ടേ ഇല്ല. ഇവിടെ എല്ലാ സമയവും നമ്മള് കെയർ ചെയ്യുന്നുണ്ട്. കാരണം 2 കുട്ടികൾ നമ്മൾ അധികം ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടായിരുന്നോ എങ്ങനെയാണ് അവള് വിഷമിക്കരുതെന്ന് വിചാരിച്ച അവള് നല്ല രീതിയിൽ കെയർ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. എന്നാലും അവള് പറയും, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെ, അമ്മനെയുള്ള ഇഷ്ടം, അമ്മനെ നോക്കിയിട്ട് പാട്ട് പാടിയില്ലേ, അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇവിടെ സ്ഥിരം ചോദിക്കണ ചോദ്യം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോ പറയും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല അല്ലേ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല അല്ലേ എപ്പോഴും പറയും. അത് കണ്ടുപിടിച്ച് വന്നിരിക്കാന്ന് തോന്നുന്നു എവിടെന്നോ. അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നില്ല അവള്. ഇപ്പൊ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോ ആള് സ്വയമേ ചോദിച്ചു തുടങ്ങി, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെ, കൊച്ചിറക്കനെയാണ് ഇഷ്ടം അല്ലെ, അവനെ കൊഞ്ചിക്കോ അല്ലെ, അവന് കവളത്ത് തൊട്ടല്ലേ, അവനെ തലോടിയല്ലേ, എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ജലസി അവർക്ക് ഉണ്ടാവും. കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ജലസി ഭയങ്കര കൂടുതലാണ്. അത് നല്ല രസമാണ് കേൾക്കാൻ, എൻജോയ് ചെയ്യാൻ ഇംഗ്ലീഷ് ഇഷ്ടമാണ്. The following are the chief characteristics of emotions during pre-school years. താഴെ പറയുന്നതാണ് പ്രീ സ്കൂൾ ഇയേഴ്സിൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഇമോഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ് അപ്പിയർ മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി. റെഗുലർ ആയിട്ട് ഇമോഷൻസ് വരും. സങ്കടം, സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ, കരച്ചിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും, പെട്ടെന്ന് മാറും. ആ സമയം നമ്മള് എന്താ പറയാ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ നിർത്തുകയും കൂടി ഇല്ല. ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ചില ഒബ്ജക്ട്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ നടന്ന് വാശി പിടിച്ച് കരയുകയൊക്കെ ചെയ്യും. ഇമോഷൻസ് എപ്പോഴും ടെമ്പററി ആണ്.
എന്താണ് മാറും. കുട്ടികളുടെ ഇമോഷൻസ് ടെമ്പററി ആണ്. പെട്ടെന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഹാപ്പിയായിട്ട് കൈ കൊണ്ടിരിക്കാൻ ചിരിക്കുന്നത് കാണാൻ പറ്റും. പെട്ടെന്ന് ഹാപ്പിയാവും. ദ ചൈൽഡ് ഷിഫ്റ്റ് ഈസ് ഇമോഷൻ വെരി ക്വിക്ലി. കുട്ടികളുടെ ഇമോഷൻസ് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും. ഇമോഷൻ എക്സ്പ്രസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആർ സിവിയർ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ദി സ്റ്റിമുലി. കുട്ടികളിലെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇന്റൻസിറ്റി സ്റ്റിമുലേസ് ഒന്നും വേണ്ട, എന്താ പറയാ, കാരണങ്ങളൊന്നും വേണ്ട, റീസൺ വേണ്ട അവർക്ക് ഇമോഷൻസ് വരാനായിട്ട്. ഇത്രയും സിവിയർ ആയിട്ടുള്ള റീസൺസ് ഒന്നും വേണ്ട. ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കും, ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടും, പെട്ടെന്ന്. അങ്ങനെയാണ് അവരുടെ ഇമോഷൻസ്. കുട്ടികൾക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാനുള്ള പവറില്ല. ചിൽഡ്രൻ ഫെയിൽ ടു ഹൈഡ് ദെയർ ഇമോഷൻ, ബട്ട് എക്സ്പ്രസ് ചെയ്യുന്നതും നേരിട്ടായിരിക്കില്ല, ഇൻഡയറക്ട്ലി ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ അമ്മനെ കാണുന്നില്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ കരയും, അല്ലെ, തമ്പ് സഖ്യം അല്ലെങ്കിൽ കരച്ചിലാണ് അവർ മെയിൻ ആയിട്ട്. അത് പേടി വരാണ്, ഫിയർ ആണ്. ഒരു പുതിയതായിട്ട് ഒരാളെ കാണുമ്പോൾ അവർ എന്ത് ചെയ്യും, നെയിൽ ബൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്പീച്ച് ഡിഫിക്കൽറ്റി. ഇതെല്ലാം എന്താണ്, അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയാണ്. Children fail to hide their emotion but express them indirectly through various activities. കുട്ടികൾക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് അറിയില്ല. അവർ പ്രകടിപ്പിക്കുന്നതും ഇൻഡയറക്ട്ലി ആയിരിക്കും, നേരിട്ടായിരിക്കില്ല അവർ എന്ത് ചെയ്യുന്നത്, ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. കരയുക, നെയിൽ ബൈറ്റ് ചെയ്യുക, തമ്പ് സഖ്യ, സ്പീച്ച് ഡിഫിക്കൽറ്റീസ് ഒക്കെയാണ് കുട്ടികൾ കാണുന്ന ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി. ഇനി ഇമോഷണൽ ഡെവലപ്മെന്റിൽ, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് അമ്മമാരുണ്ടാവും. എന്നുവെച്ചാല് അവരുടെ ഇമോഷണൽ ആയിട്ട് നമ്മൾക്ക് ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡ് ഉണ്ട്. കുട്ടിയുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ് അമ്മ. കാരണം കൂടുതൽ ടൈം നമ്മളായിരിക്കും കുട്ടിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അവരില് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് നന്നായിട്ട് പറ്റും. ഇനി കുഞ്ഞു കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 types ഓഫ് ഫിയേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കുഞ്ഞു കുട്ടികളിലാണ് കേട്ടോ. വലിയ ആൾക്കാർക്ക് നമ്മളുള്ള ഫിയർ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞു കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 types ഓഫ് ആൻസൈറ്റീസ് ഓർ ഫിയർ. ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ ആണ്. ഒന്ന് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയും. സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളെയോ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിയെ കാണുമ്പോൾ വരുന്നൊരു ഫിയർ ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. മറ്റൊന്ന് സെപ്പറേഷൻ ആൻസൈറ്റി ആണ്. ജയശ്രീ മോളെ നഴ്സറിയിലാക്കിയോ? മിസ് ഇപ്പൊ LKG-ലാണ്. ഇവിടെ ഉണ്ടെന്ന്, വെക്കേഷൻ ആണ്, അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏജിലാണ് അല്ലെ? ഓക്കെ. എല്ലാവർക്കും ഓർമ്മയുണ്ടോ മക്കളെ നഴ്സറിയിലോ പ്ലേ ക്ലാസ്സിലോ കൊണ്ടുവന്നാക്കിയ ഫസ്റ്റ് ഡേ? ഓർക്കുന്നുണ്ട് മിസ്. ഓക്കെ. അന്ന് നമ്മൾ ഒരുപാട് വിഷമിച്ച് കാണും. കാരണം നമ്മളവരെ കൊടുത്ത് അല്ലെങ്കിൽ ടീച്ചറുടെ അടുത്തേക്ക് ആക്കി മാറി കഴിഞ്ഞപ്പോൾ ശരിയാണ് മിസ്, LKG-ലാക്കുമ്പോഴും വിഷമമായിരുന്നു. കാരണം മറ്റേത് അവളുടെ ഒപ്പം ഇരുന്ന് കളിക്കും, അവളുടെ ഒപ്പം വഴക്കടിക്കും. ഞങ്ങള് ഭയങ്കര ഇതാണ്, ഫ്രണ്ട്ലി ആണ്. പക്ഷെ ആക്കി കഴിഞ്ഞപ്പോ ഒരു വിഷമമായി. പിന്നെ അവള് വിട്ടു നിൽക്കല്ലേ. ഇപ്പൊ തിരിച്ചു വരുമ്പോ ഭയങ്കര സ്നേഹമാണ്. അതേപോലെ തന്നെ അങ്കമാടിയിലും ആക്കിയ സമയത്തും. ഞാൻ ഉദ്ദേശിച്ച കുട്ടിക്ക് വിഷമായോ എന്നാണ് ചോദിച്ചത്. കുട്ടിക്ക് അവൾക്ക് ഇപ്പം CBSE-യിൽ കുറച്ച് എഴുതാനുണ്ടല്ലോ മിസ്. അതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ താല്പര്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞ. ഭയങ്കര വാശിയാ. ഇപ്പൊ നമ്മളെ കുട്ടീനെ മാറ്റി നിർത്തുമ്പോ കുട്ടിക്ക് പെട്ടെന്ന് വിഷമം വരും അല്ലെ? ഭയങ്കര വിഷമം. ഫസ്റ്റ് ഡേ നമ്മൾ ആ നേഴ്സറി കൊണ്ടുവന്നാക്കിയ ആദ്യത്തെ ദിവസം നമ്മള് അവർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പുതിയ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പുതിയ എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അവർ ആ ടൈമിൽ ഒരു വിഷമം കാണിക്കുന്നത് അല്ലെങ്കിൽ ഫിയർ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? സെപ്പറേഷൻ ആൻസൈറ്റി കൊണ്ടാണ്. ഇത്രയും നാള് എന്ത് കാര്യത്തിനും നമ്മൾ ഒപ്പം ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. ഇനി അമ്മനെ കാണുന്നില്ലല്ലോ, അമ്മനെ കാണാണ്ടാവുന്നതാണ് കുട്ടികൾ. ശരിയാണ് മിസ്, അത് വിഷമം ഉണ്ടായിരുന്നു. അത് ഭയങ്കര പ്രശ്നമായിരുന്നു, സെപ്പറേഷൻ ആൻസൈറ്റി വരുന്നത്. ഇനി കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കും, ഒരു 3 മാസമോ കുട്ടി അമ്മനെ തിരിച്ചറിയാൻ തുടങ്ങുന്നതിന് ശേഷം ഒരു 5-6 മാസം കഴിഞ്ഞാല് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും കുട്ടി. സ്ട്രേഞ്ചേഴ്സും അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും. ഇപ്പൊ ഇവൻ ഫ്രണ്ട്സ് അടുത്തുണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആയാലും എന്താ പറയാ, ആരായാലും അടുത്തുണ്ടെങ്കിൽ പോലും അമ്മ കുറച്ചു നേരത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കുട്ടി കരയും ഇല്ലേ? അല്ലെങ്കിൽ തമ്പ് സഖ്യം. വിശന്നിട്ടൊന്നും ആയിരിക്കില്ല, കാരണം തമ്പ് സഖ്യം അവർ പ്രകടിപ്പിക്കുകയാണ്. അമ്മനെ കാണുന്നില്ലല്ലോ, സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നു. അത്രയും നേരം ചിരിച്ച് കളിച്ചിരുന്ന കുട്ടീനെ ചിലപ്പോ ഒന്ന് കൊടുത്തിട്ട് കിച്ചണിലേക്കോ
അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാഷ് ചെയ്യാനോ എന്തെങ്കിലും കാര്യത്തിന് മാറായിരിക്കുള്ളൂ. ആ സമയത്ത് അവിടെ ഇടിച്ച് തൊലോളിയായിരിക്കും അല്ലെ. നമ്മൾ ചെന്നെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറി. ദാറ്റ്സ് സെപ്പറേഷൻ ആൻസൈറ്റി. അപ്പൊ കുട്ടികളിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസിൽ ഒന്നാണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, മറ്റൊന്നാണ് സെപ്പറേഷൻ ആൻസൈറ്റി. ഈ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയുടെ ഒരു കേസ് അല്ലെങ്കിൽ എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എന്റെ മോള് കോവിഡിന്റെ ടൈമിലാണ് ജനിച്ചത്. അപ്പൊ കോവിഡിന്റെ സമയത്ത് വെച്ചാല് നമ്മള് റിലേറ്റീവ്സിനൊന്നും കുട്ടി കണ്ടിട്ടേ ഇല്ല. റിലേറ്റീവ്സിന് പരിചയമില്ല. കാരണം കോവിഡ് സമയത്ത് ഫുൾ നമ്മള് പുറത്തേക്ക് പോകുന്നില്ല, ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, ആരും നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല, ഗസ്റ്റ് ഒന്നും വരുന്നില്ല. സോ ഇവിടെ ഈ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു സംഭവം അവർക്ക് അറിയില്ല. സോ ആദ്യമൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ഫിയർ ആയിരുന്നു. ഇത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയട്ടെ. ഇവന് ഇതുപോലെ കോവിഡ് സമയത്ത് തന്നെയാണ് ഇവന് ജനിച്ചത്. അപ്പൊ എവിടേക്കും പോവാറൊന്നുമില്ല. പിന്നെ ഒരു 1.5 വയസ്സായപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇവനെ കൊണ്ടൊരു ഫംഗ്ഷന് പോയത്. ആ ഫംഗ്ഷന് പോയിട്ട് എന്റെ ദൈവമേ, അവിടെ ഇരിക്കാനും നിൽക്കാനും ഒന്നും സമ്മതിച്ചിട്ടില്ല. കുറെ ആൾക്കാരെ കാണാനേ അവനെ. അപ്പൊ ഇവൻ എന്താന്നറിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലോട് കരച്ചില്ല. ലാസ്റ്റ് ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് അവിടുന്ന് പുറത്തേക്ക് പോന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് മാറുന്നു, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത്. ഇപ്പൊ അവന് കരച്ചിൽ മാറി. അത് എന്തുകൊണ്ടാണ്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. കുട്ടി ആദ്യമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടുകൊണ്ടും ഒരുപാട് ആൾക്കാരെ കണ്ടുകൊണ്ടും കുട്ടികളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മോള ഇങ്ങനെ ഫാമിലി ഫങ്ഷൻസ് ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പോയിട്ടുണ്ടായിരുന്നില്ല. സോ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവള് ഭയങ്കര കരച്ചിലായിരിക്കും. ആരും എടുത്തും പോവില്ല, അവൾക്കറിയില്ല, അല്ല പരിചയമില്ല. അവര് വന്ന് എടുക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ കൊച്ചാണ് അവള്. ഭയങ്കര സ്നേഹത്തോടെ വന്ന് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾ കരച്ചിൽ നിർത്തില്ല. അപ്പൊ റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചിന് ഇങ്ങനെയാണ് വാർത്ത വെച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ട് വേഗം പോകും. പക്ഷെ അവരോട് നമുക്ക് പറയാൻ പറ്റും, കുട്ടിക്ക് ഇങ്ങനെ ഒരു ഫിയർ ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് കണ്ട് പേടിച്ചിട്ടാണെന്ന് ഇല്ലാലോ. അതേപോലെ പിന്നുള്ളത് ഈ ഫാമിലി ഫംഗ്ഷനിലൊന്നും നിർത്തി ആൾക്കാർ ഒരുമിച്ച് കൂടുള്ള എവിടെ പോയാലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞ് ജനിച്ച ആ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണത്. എല്ലാവർക്കും ഉണ്ട്, മിക്കവർക്കും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ട്രാവൽ ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ നമ്മള് എന്റെ വീട്ടിൽ നിന്ന് തൊട്ട് കുറച്ച് ദൂരമുള്ള ഹസ്ബൻഡ് വീട്ടിലേക്ക്, അങ്ങനെ 2 റൂട്ട് മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. എന്താ പറയാ, വലിയ വെഹിക്കിൾസോ ഒന്നും ഇല്ലാത്ത റൂട്ടാണ്. എന്റെ വീട് പാലിയത്താണ്, പാലിയം. ഓക്കെ, ഹസ്ബൻഡ് വീട് കരിമ്പാടാണ്. സോ അവിടെ നിന്ന് അധികം ദൂരമില്ല, എന്താ പറയുക, ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസ്. അത്രയും ദൂരത്താണ് ട്രാവൽ ഉള്ളൂ. അവിടെ ആകെ ട്രാവൽ ചെയ്യുന്ന അത്രയും ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. സോ 5 മിനിറ്റ് ട്രാവൽ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ ആഗ്രഹം കൊണ്ട് അവളെയും കൊണ്ട് അമ്പലത്തിൽ പോയി. കുറച്ച് ദൂരമുള്ള അമ്പലത്തിലാണ് പോയത്. ഇരിഞ്ഞോൾക്കാവ് എന്ന് പറയും, പെരുമ്പട നല്ല എവിടെയാണത്, ഇരിഞ്ഞോൾക്കാവ് സ്ഥലം മറന്നുപോയി. ഓക്കെ, അപ്പൊ അവിടെ പോയ വഴി എന്ന് വെച്ചാൽ കരച്ചിലാണ് ആള്. വണ്ടികൾ കാണുമ്പോ വലിയ വണ്ടി, ബസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര കരച്ചിൽ. വെച്ചാൽ 2 വീലറിനാ പോയത്, ഭയങ്കര കരച്ചില്. ഞാൻ തന്നെ പേടിച്ചത് കരഞ്ഞ് വയ്യാണ്ടാകുമെന്ന്. അത് കഴിഞ്ഞ് ഇരിഞ്ഞോൾക്കാവിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ടുള്ള സ്ഥലങ്ങളിലാകുമ്പോ വണ്ടികളൊന്നും കാണുന്നില്ല. അപ്പൊ അവിടെ മിണ്ടാണ്ടിരിക്കും, കരച്ചിലൊന്നുമില്ല, കൂളായി. വീണ്ടും വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ വീണ്ടും കരച്ചില്. ഇത് തന്നെയായിരുന്നു. കാരണം ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള വണ്ടികൾ അവിടെ കണ്ടിട്ടില്ല, വ്യക്തികളെ ആണെങ്കിലും കണ്ടിട്ടില്ല, അത്ര ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. സോ നമുക്കത് ആ ഒരു പേടിയും ഭയവും കാര്യമായിരുന്നു ആ ടൈമിൽ ഈ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി വന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല, വീട്ടില് ഫാമിലിയിൽ വരുന്ന ഒരു വ്യക്തിനോട് അവളെ എടുക്കുമ്പോ അവളെ കരയുമ്പോ പറയാൻ പറ്റില്ല സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി കൊണ്ടാണ് കരയുന്നതെന്ന്. അവർക്ക് വിചാരിക്കുന്നത് ഈ കുട്ടി എന്താ ഇങ്ങനെയാണോ കുട്ടികൾ, ഞങ്ങളുടെ പ്രായത്തിലും ഇതേപോലെ കുട്ടികളെ എടുത്തിട്ടുണ്ട്, എന്റെ പേരക്കോസ് ഇങ്ങനെ അല്ലായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതാണ് പ്രശ്നം, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ് അതിനൊരു കാരണം. അതേപോലെ തന്നെ ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ, ഉത്സവങ്ങളുടെ സീസൺ ആണല്ലേ. അപ്പോ ആ സമയത്തൊക്കെ ഉത്സവങ്ങൾ ഇപ്പൊ മാസ്ക് ഒക്കെ വെയർ ചെയ്തിട്ടാ പോണത്, എന്നാൽ പോലും അവർക്ക് ആ ക്രൗഡ് കാണുമ്പോൾ ഭയമാണ്, ഭയങ്കര പേടിയാണ്. ഞങ്ങള് ഒരുപാട് ഫെസ്റ്റിവൽസ് മിസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആളെ കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ അവള് പോകെ കൂളാണ്, ആളിപ്പോ ഓക്കെയാണ്. ഇപ്പൊ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ, പണ്ട് ഈ വല്യമ്മമാരൊക്കെ വരുമ്പോ മാറി നിന്നിരുന്ന ആള് ഇപ്പൊ തന്നെ ഓടിപ്പോയിട്ട് വല്യമ്മയുടെ മടിയിലിരുന്ന് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മള് അവിടെ ഇല്ലെങ്കിൽ പോലും ആള് സംസാരിക്കും. സോഷ്യലൈസേഷൻ കുറച്ചുകൂടി പോസിബിൾ ആയി.
ഇപ്പോൾ ഉണ്ടാവും. ഇപ്പൊ കുറച്ചുകൂടി സോഷ്യലൈസേഷൻ പോസിബിൾ ആണ്. നമ്മുടെ കോവിഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആൻസൈറ്റിയിൽ ഒന്നായിരുന്നു സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. നെക്സ്റ്റ് വരുന്നതാണ് സെപ്പറേഷൻ ആൻസൈറ്റി. സെപ്പറേഷൻ ആൻസൈറ്റി നമ്മൾ എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻ ആണ്. നമുക്ക് നോക്കാം. The emotional tie between infant and the mother is a critical factor in social and emotional development of a growing child. ഒരു ഗ്രോയിങ് ചൈൽഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ബന്ധം. Children exhibit signs of fear or anxiety in the presence of strange person. സ്ട്രേഞ്ച് ആയിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ കുട്ടികൾ ചിലപ്പോ ചില ഫിയർ ആൻസൈറ്റീസ് കാണിക്കും. ചില ഇപ്പൊ അവരെടുക്കാൻ വരുമ്പോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒളിച്ചു നിൽക്കും. നമ്മുടെ അടുത്ത് വന്ന് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ വന്ന് പിടിക്കും. The immediate reason of the children is seeking the security of their mother. പെട്ടെന്ന് പോയി അമ്മയുടെ അടുത്ത് നിൽക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ കൈ ഹോൾഡ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഫിയർ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തു കണ്ടപ്പോൾ അവർക്ക് വന്ന ഫിയർ ആണ്. ദിസ് ഈസ് കോൾഡ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിനെ മാത്രമല്ല, സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളെ കണ്ടാലും ഈ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി വരാറുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോൾക്ക് ഒരു കളിപ്പാട്ട്, ലൈറ്റ് ഒക്കെ തെളിയും പാട്ടൊക്കെ പാടുന്ന കളിപ്പാട്ടുണ്ടായിരുന്നേ. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ ഈ ഒരു കളിപ്പാട്ടം കാണുമ്പോൾ ആള് ഭയങ്കര കരച്ചിലും ഭയങ്കര വയലന്റ് ആവും. എന്ന് വെച്ചാല് ഞാൻ നല്ല ടോയാണ്, നല്ല പാട്ടൊക്കെ പാടുന്ന ഒരു ടോയാണ്. പക്ഷെ ആ ടോയ് എടുത്ത് വെക്കാനോ കളിക്കാനോ പറ്റിയിട്ടേ ഇല്ല, കാണിച്ചു കൊടുക്കാനേ പറ്റില്ല, കാരണം അലമാരിൽ എടുത്ത് വെച്ചിട്ടാണ്. പക്ഷെ അവിടെ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ടോയ് കുഞ്ഞിന് പേടിയായിരുന്നു, ഈ ടോയ് ചെറുപ്പത്തിൽ കുഞ്ഞ് കണ്ട കരയായിരുന്നു എന്ന് പറഞ്ഞു. ആണോ? ഇപ്പൊ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, തല്ലി പൊളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മോള് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ക്രിസ്മസിന്റെ ഇതില്ലേ മുഖം മൂടി ഭയങ്കര കരച്ചിലായിരുന്നു. അത് മൂത്ത ആള് വെറുതെ അത് ഇടും ചെയ്യും, മോള് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പൊ അവൾ ഇട്ട് നടക്കുവാണ് മിസ്. ഇപ്പൊ അവളാണ് ഞങ്ങളെ പേടിപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കളിക്കുമ്പോ എനിക്ക് അതിശയാവും. കാരണം കഴിഞ്ഞ വർഷം വരെ കരഞ്ഞിരുന്ന കുട്ടി അത് എന്നിട്ട് അവസാനം മുകളിൽ എടുത്തു വെച്ചു, അത് കണ്ടിട്ട് പേടിച്ചിട്ട്. അപ്പം ഞാൻ പറയും ഇവരോട്, ഇവരതും പറഞ്ഞ് പേടിപ്പിക്കും ചേട്ടന്മാര്. ഇങ്ങനെ അതെടുക്കും, നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതെടുക്കും എന്നൊക്കെ പറയും. അപ്പം വാശി പിടിച്ചു കഴിഞ്ഞാല് അപ്പൊ അവര് അങ്ങനെ എടുത്ത് കരയിപ്പിക്കുമ്പോ ഞാൻ പിണങ്ങുമായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചവൾ ഇട്ട് നടക്കും. പേടി മാത്രം. അതാണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കൾ കണ്ടാലും കുട്ടികളിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവും. അതേപോലെ മാസ്ക്, ഇപ്പൊ പറഞ്ഞില്ലേ ഒരു മാസ്ക്, ഫേസ് മാസ്ക്. എനിക്ക് ടോയ് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു, വിസില്, കുക്കറിന്റെ വിസില്, അത് പേടിയായിരുന്നു. കുക്കറിന്റെ വിസില് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. മിക്സിയുടെ സൗണ്ട് അത് പേടിയായിരുന്നു. ചെറുപ്പത്തില് ഒരു 3 മാസമൊക്കെയുള്ള സമയത്ത് ഫാൻ പേടിയായിരുന്നു. എന്റെ ഓർമ്മയില് ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് നോക്കി കിടക്കും. അത് ഓഫ് ആയി കഴിഞ്ഞാൽ പേടിയാണ് ആൾക്ക്. ഓഫ് ആവുമ്പോ അത് കാണാണല്ലോ ആള്, അപ്പൊ കരയും. ഞാൻ ഒബ്സർവ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് എന്ന് വെച്ചാൽ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഒബ്സർവ് ചെയ്യും. നമ്മൾ ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും അവരുടെ ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാനായിട്ട് നല്ല രസമാണത്. ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ഫാൻ ഓൺ ചെയ്യുമ്പോൾ കരയും, ഫാൻ ഓൺ ചെയ്ത് സന്തോഷിക്കും, ചിരിക്കും. ആ ചെറിയ സ്മൈലൊക്കെ കാണാം. അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ചെയ്യുന്നേ. There is another source of anxiety. കുട്ടികളിൽ മറ്റൊരു സോഴ്സ് ഓഫ് ആൻസൈറ്റി കൂടി ഉണ്ട്. That comes which is known as separation anxiety. അതിനെയാണ് നമ്മൾ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. Children will cry and feel upset when do not find their mother. അവർ അമ്മേനെ കാണാതെ ആവുമ്പോൾ കുട്ടികൾ കരയും, അവർ അപ്സെറ്റ് ആയിരിക്കും, വിഷമിച്ചിരിക്കും, തമ്പ് സരിക്കും, കളിയും ചിരിയും ഒന്നും ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ്? സെപ്പറേഷൻ ആൻസൈറ്റി വരുന്നതുകൊണ്ടാണ്. ഇപ്പൊ എന്റെ മോളുടെ കേസിലാണെങ്കിൽ ചിലപ്പോ എന്നെ കണ്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമായിരിക്കും കേട്ടാ. പക്ഷെ മോന്റെ കേസിൽ അവന് എന്നെക്കാളും അല്ലെങ്കിൽ എന്നെയും ഹസ്ബൻഡിനേക്കാളും ഇഷ്ടം അച്ചാച്ചനെയാണ്. അച്ചാച്ചനില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമാവും. കാരണം ഒരു പ്രാവശ്യം ഇതേപോലെ മേളത്തിന് പോകും. അച്ഛന് പഞ്ചവാദ്യത്തിന്റെ അച്ഛൻ ഇങ്ങനെ ഫെസ്റ്റിവൽ സീസണിൽ മേളത്തിന് പോകും. അച്ഛൻ മേളത്തിന് പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനോട് ഞങ്ങൾ പറഞ്ഞു മേളത്തിന് അച്ഛൻ പോയിട്ട് വരൂട്ടാന്നുള്ളത്. അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അച്ഛന്റെ റൂമില് ഇനി മുണ്ട് കിടക്കുന്നുണ്ട്, മുണ്ട് കാൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവൻ പറയാൻ അച്ചച്ച അവിടെ അച്ചച്ചി ഉണ്ടെന്ന്. അച്ചച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോ അച്ചച്ചല്ല, അത് മുണ്ടാണ്, അച്ചച്ചന്റെ മുണ്ടാണ്.
പിന്നെ അവിടെ നിന്നൊരു കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവനോട് അച്ഛൻ എന്തെന്ന് പ്രതീക്ഷിച്ചല്ലോ, അച്ഛൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് സങ്കടമായി, കരച്ചില്. ഇപ്പൊ ഞാൻ വർക്കിനൊക്കെ പോരോ നമ്മള് ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴും അവൻ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, വീട്ടില് സെറ്റാണ്. അച്ഛനും മോനും കൂടി രണ്ടും ഭയങ്കര ബോണ്ടാണ്. ഫുൾ ടൈം പകൽ ഫുള്ളും രണ്ടും ഒരുമിച്ചായിരിക്കും, ഭയങ്കര ഒരു ബോണ്ടാണ്. അപ്പൊ അവൻ അച്ഛനില്ലെങ്കിൽ ഈ ഒരു ഫീലിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്, സെപ്പറേഷൻ ആൻസൈറ്റി, ഭയങ്കര വിഷമായിരിക്കും, മൂടിയായിരിക്കും. അച്ഛൻ ചിലപ്പോൾ മേളമൊക്കെ കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞായിരുന്നു വരുന്നത്. അപ്പൊ വരുമ്പോ അച്ഛൻ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരും, ഞാൻ മൈൻഡ് ചെയ്യൂല, അത് നമുക്ക് മനസ്സിലാവും. ഈ ഭയങ്കര കോമഡി ആളുടെ കാര്യം, കൈ പുറകെ കെട്ടിയിട്ട് നടക്കും. അച്ഛനെ മുമ്പിൽ കൂടെ അച്ഛനാണോ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ്. അച്ഛൻ? അപ്പൊ കൈ പുറകെ കെട്ടിയിട്ട് നടക്കും. അപ്പൊ നടക്കുമ്പോ നമുക്ക് മനസ്സിലായി അവൻ ദേഷ്യം കാണിക്കുന്നത്. അച്ഛനും മൈൻഡ് ചെയ്യുന്നില്ല, അച്ഛൻ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് പറയും കുറെ നേരം പോയി അവന് സോപ്പിട്ടാലേ അവൻ തിരിച്ചു വരുള്ളൂ. ആ പ്രകടിപ്പിക്കുന്നതാണ്, ആ സെപ്പറേഷന്റെ ഫീലിംഗ് ഉണ്ടല്ലോ, ആൻസൈറ്റി, വിഷമം അവൻ പ്രകടിപ്പിക്കുന്ന രീതിയാണത്. അപ്പൊ എന്റെ മോളുടെ കേസിലാണെങ്കിൽ എന്നെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവുന്നു, പക്ഷെ മോന്റെ കേസിലാണെങ്കിൽ അച്ചാച്ചനാണ് അവളുടെ ഫേവറേറ്റ്. അതേപോലെ വീട്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് അച്ചാച്ചൻ. അപ്പൊ അവന്റെ കയ്യിൽ അവന്റെ അച്ചാച്ചനുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാല് അത് അവൻ പോസിബിൾ ആക്കും. ഞങ്ങൾ ആരും അച്ഛൻ പറയുന്നതിന് ഒന്നും പറയില്ല, എതിർത്ത് പറയില്ല. കാരണം അതുകൊണ്ട് ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളാണ്. അച്ഛനെ കൊണ്ട് അവൻ നമ്മളെ കൊണ്ട് ആ കാര്യം സാധിപ്പിക്കും. ടോയ്സ് ആയിരിക്കും, മോളുടെ ടോയ്സ് ആയിരിക്കുള്ളൂ, അത് അവന് വേണമെന്ന് പറഞ്ഞ അവനോട് കിടന്ന് കരഞ്ഞ് അച്ഛൻ വന്ന് അത് വാങ്ങിച്ച് കൊടുപ്പിക്കും. അത്രയും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പേഴ്സൺ അവൻ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കാം, ഭയങ്കര ബോൾഡാവും. അപ്പോ children will cry and feel upset when they do not find their mother. അമ്മനെ കാണാതെ വരുമ്പോ എന്ത് ചെയ്യും കുട്ടികൾ? ഈ ഫീലിംഗ് സെപ്പറേഷൻ, ആ ഒരു കരച്ചിലും കാര്യങ്ങളിലേക്കൊക്കെ പോകും. നമ്മൾ ആലോചിച്ചാൽ മതി, നഴ്സറിയിൽ നമ്മൾ ആദ്യമായിട്ട് കുട്ടീനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയ ദിവസത്തെ കുറിച്ചിട്ട്. ഞാൻ മോളെ ആദ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയത് ആ ടൈമിലായിരുന്നു കേട്ടോ. നഴ്സറിയിൽ അവളാക്കിയ ദിവസമായിരുന്നു സെപ്പറേറ്റ് ചെയ്ത്, അല്ലാത്ത ദിവസങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. Preschoolers continue to rely on their mother or caregiver for approval and attention. Preschool ഏജിലുള്ള കുട്ടികൾക്ക് എപ്പോഴും അമ്മയുടെ അടുത്തുനിന്ന് ഒരു കെയറും കെയർ ഗിവർ, ആരാണോ അവരെ മെയിൻ ആയിട്ട് നോക്കുന്നത്, അവരിൽ നിന്നൊരു കെയറും അപ്രൂവലും അറ്റൻഷനും ഒക്കെ വേണം. അവർക്ക് അത് നിർബന്ധമാണ്. They exhibit their dependency on sticking to the person when crying when they left with someone. അവരെപ്പോഴും അമ്മയുടെ ചുറ്റുപറ്റി തന്നെയായിരിക്കും. അതേപോലെ തന്നെ അമ്മ നമ്മളെ വേറൊരാളുടെ അടുത്ത് ഏൽപ്പിച്ച് പോവാണെങ്കിൽ ഒരു കരയും. ഡിപ്പെൻഡൻസി ബിഹേവിയർ ഗ്രാജുവലി ഡിക്രീസ്. കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് ഡിപ്പെൻഡൻസി ബിഹേവിയർ കുറഞ്ഞു വരും. അമ്മയെ എന്തിനാ അമ്മൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ അവർ അടിച്ചു വിളിച്ചെടുക്കും. ഇപ്പൊ രണ്ടുപേർക്കും, മോനും മോളും കൂടി രണ്ടുപേരും കൂടി എന്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കും. നൈറ്റൊന്നും അവർക്ക് എന്നെ വേണമെന്നോ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അവര് ഓക്കെയാണ്, ചില മാറി നിൽക്കാനൊക്കെ അവര് ഓക്കെയാണ്. കോമൺ ഫിയർ എമംഗ് ചിൽഡ്രൻസ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള 2 ഫിയർ ആണ് ഞാൻ പറഞ്ഞത്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി. അത് കൂടാതെ കുട്ടികൾക്ക് കോമൺ ആയിട്ടുള്ള ഫിയർ ഉണ്ട്. ലൗഡ് ആയിട്ടുള്ള നോയ്സ്, പിന്നെ ഇരുട്ട്, ഡാർക്ക്നെസ്, അനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്ട്സ് ഒക്കെ കാണുമ്പോൾ കുട്ടികളിൽ ഫിയർ കാണാറുണ്ട്. കോമൺ ഫിയർ എമംഗ് ദി ചിൽഡ്രൻസ് ആർ ടുവേഴ്സ് ലൗഡ് നോയ്സ്. വലിയ സൗണ്ടുകൾ, ഞാൻ പറഞ്ഞ പോലെ വിസില്, കുക്കറിന്റെ വിസില്, മിക്സിയുടെ സൗണ്ട്, ഡാർക്ക്നെസ്, ഇരുട്ട് കാണുന്ന പേടിയൊക്കെ, റൂമിൽ ലൈറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭയം വരാനുള്ള ചാൻസ് ഉണ്ട്. അനിമൽസ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള അനിമൽസ്, അവർ കാണാത്ത അനിമൽസിനെ കാണുമ്പോൾ ഭയമായിരിക്കും. എന്റെ മോൾക്കില്ലേ, ഞങ്ങളുടെ വീടിന്റെ അവിടെ മയില് വരും. മയിലിങ്ങനെ പറന്ന് വരുന്നത് ഒരു പ്രാവശ്യം കണ്ടു, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ആദ്യം അവൾക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അതിന് പറന്ന് വരുന്നത് ഒരു പ്രാവശ്യം കണ്ടു, അത്രയും ചിറകൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇവക്കിത് പേടി, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ ചില പേഴ്സൺസിന് ചില തിങ്സ്, ചില ഒബ്ജക്ട്സ് ഒക്കെ കാണുമ്പോൾ കുട്ടികളിൽ ഈ ഒരു ഫിയർ വരുന്നുണ്ട്. ചിൽഡ്രൻസ് ക്രൈ അറ്റ് വൺ മൊമെന്റ്. ചില കുട്ടി പെട്ടെന്ന് കരയായിരിക്കും, നെക്സ്റ്റ് മൊമെന്റ് ദേ ബിക്കം ഹാപ്പി, അവർ ചിരിച്ചോണ്ടിരിക്കാൻ കാണാൻ പറ്റും. Their emotions are transistent and intense. അവർക്ക് പെട്ടെന്ന് ഇമോഷൻസ് വന്ന് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് വരുന്ന ഇമോഷൻസ് കുറച്ച് തീവ്രമായിരിക്കും, ഇന്റൻസീവ് ആയിട്ടായിരിക്കും ഇമോഷൻസ് വരുന്നത്. ഇറ്റ് ഈസ് വോളണ്ടറി ട്രൂ. വോളണ്ടറി ആയിരിക്കും വരുന്നത്, മാറി മാറി വരും. ചിൽഡ്രൻസ് വേരി ഇൻ ദെയർ ഇമോഷൻസ്. ഓരോ കുട്ടികളിലും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി
വ്യത്യാസമൊക്കെ. എന്റെ മോള് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കരയാണ് ചെയ്യുക, അല്ലെങ്കിൽ കരയായിരിക്കും. മോനാണെങ്കിൽ വലിച്ചെറിയും, അത് അവന് കിട്ടിയില്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയാൻ, അങ്ങനത്തെ രീതിയിലേക്ക് എനിക്ക് വന്നത്. വേരിയേഷൻ ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ ഫിസിക്കൽ ഹെൽത്ത്. ഈ വേരിയേഷൻ ഓരോ വ്യക്തിയുടെയും ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് അതനുസരിച്ചിരിക്കും. ആൺകുട്ടി ആയതുകൊണ്ട് അത് നേടിയെടുക്കണം എന്നുള്ള വാശി അവനുണ്ട്. പെൺകുട്ടി ആയതുകൊണ്ടാന്ന് തോന്നുന്നത് ആള് ഓക്കെ നീ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കുറച്ച് കരഞ്ഞാലും മതി, ആ ഒരു രീതിയിൽ പോകും. സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് പോകും. ഒരു വീട്ടിലെ കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫാമിലി. ഫാമിലിയിൽ ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, ബാലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഫാമിലി നല്ലൊരു ഇമോഷണൽ നമ്മുടെ ഫാമിലിയുടെ അകത്ത് എപ്പോഴും ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ നല്ലൊരു ഇമോഷണൽ ബോണ്ട് വേണം. കുട്ടികളുടെ അടുത്ത് നല്ല സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറാം. അവരെ വഴക്ക് പറയരുത്, അവരെ അക്സെപ്റ്റ് ചെയ്യാം. നമുക്കിപ്പോ ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് ചൂടാവേണ്ട സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ പോലും നമ്മള് കുട്ടികളിൽ നിന്ന് മാറി നിന്ന് വഴക്ക് പറയാം. ഇപ്പൊ ഹസ്ബൻഡിനോട് തല്ലുപിടിക്കരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ, ചൂടാവും നമുക്കറിയാം. ചില കാര്യങ്ങൾ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കുട്ടികളിൽ നിന്ന് അകലം പാലിച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കുട്ടികൾക്ക് നമ്മളിങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതൊക്കെ അവർക്ക് ഭയങ്കര വിഷമം ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കാം. കുട്ടികളോട് നല്ല രീതിയിൽ അവരോട് പെരുമാറാം, അവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യാം. അവർ ഒരുപാട് കരഞ്ഞിട്ട് നമ്മൾ അവരൊന്നും എടുത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഫീൽ ആവും. സോ അവരുടെ ഇമോഷൻസിനെ നമ്മൾ കുറച്ച് റെസ്പെക്ട് ചെയ്യാം. അവരുടെ ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ, അവർ സന്തോഷം, പിന്നെ നമുക്ക് അവർക്ക് നല്ല ഇമോഷൻസ് പ്രൊവൈഡ് ചെയ്യാം. സർപ്രൈസ്, ചെറിയ മിഠായി ആണെങ്കിൽ പോലും നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. സോ അവരോടുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കുക. നമ്മുടെ അഫെക്ഷനും ലവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിച്ച് തന്നെ കുട്ടികളെ വളർത്താം. കുറച്ച് നാളെ നമ്മളുടെ ഒപ്പം ഒരു ഫുൾ ടൈം ഉണ്ടാവുള്ളൂ. ആ ടൈമിൽ നമ്മൾ നമ്മുടെ ഫുൾ സ്നേഹം കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കും. ഓക്കെ, ഞാൻ ചാപ്റ്റർ തുടങ്ങിയല്ലേ ഉള്ളൂ, സമയമായില്ലേ. ഈ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് തോന്നുന്നത് പെട്ടെന്ന് ടൈം പോണത്. 2:24 ആയി മിസ്, അത്രയുള്ളൂ. അതെ, പെട്ടെന്ന് സമയം പോയി ഇങ്ങനെ. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ, നമുക്ക് കളർ ടാബ്ലറ്റ്സ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് സെക്കൻഡറി കളേഴ്സ് അല്ലേ പറഞ്ഞേ? അപ്പൊ അത് കറക്റ്റ് എത്ര എണ്ണം വേണ്ടി വരും മിസ്സേ? 11 ആണ്. 11 കളേഴ്സ് ഉണ്ട്, 2 പീസസ് വീതം. അത് മിസ് അന്ന് കാണിച്ചെന്ന അതേ കളേഴ്സ് ആണോ വേണ്ടത് അല്ലേ? ആടാ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് ബ്ലൂ ഒക്കെ 2-3 കളേഴ്സ് ബ്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബ്ലൂ, വയലറ്റ് ഒക്കെ 2 കളേഴ്സ് ഒക്കെ. ഞങ്ങൾക്ക് പിന്നെ മിസ്സേ കട്ടിയായിട്ടുള്ളത് കിട്ടുന്നില്ല. കൊറേ കളേഴ്സ് വന്നിട്ടുണ്ട് മിസ് ഇതില്. മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്യണം. മിസ്സേ അതെന്താന്നറിയാം മിസ്സേ, നമുക്ക് കട്ടിയുള്ളതല്ല മിസ്സേ കിട്ടിയിരിക്കുന്നത്, ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള പേപ്പറാ. അത് നമ്മള് കട്ടിയുള്ളതായിരുന്നു നല്ലത്, 5 രൂപ കണ്ടു വരുള്ളൂ. ഇത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല മിസ്സേ. ലോട്ടസിൽ തന്നെ എടുത്തതാട്ടോ മിസ്. ഓക്കേടാ, ലോട്ടസിന് അത് കിട്ടിയോ? മറ്റേ വുഡൻ ലോട്ടസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇത്തിരി കട്ടിയുള്ള പേപ്പറാണ് മിസ്. അതല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ച മറ്റേ വുഡിന് ഞാൻ പറഞ്ഞില്ലേ ഫ്രെയിം ചെയ്യാൻ. അത് കിട്ടിയില്ല മിസ്, ഞാൻ ചോദിച്ചു. അപർണ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്സിനെ കണ്ടിട്ട് ചോദിച്ചു ഞാന്. അപ്പൊ അവര് വേറെ എന്തൊക്കെയോ കാണിച്ചെന്നത്, അത് വേറെ ഇതിനാണെന്ന് തോന്നുന്നു മിസ്. അത് വേറെ യൂസിനാണോ എന്നൊരു സംശയമുണ്ട്. ക്രാഫ്റ്റ് ഒക്കെ തന്നെ ചെയ്യുന്നതാണ്, ഫ്രെയിം അല്ല. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പോലെ കാണിച്ചു പറ്റാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഓക്കെ മിസ്. ഇങ്ങനെയാണ് കിട്ടിയത്, കണ്ടോ? ഇങ്ങനെ ഇത് അധികം കട്ടിയില്ല ഇത്, പക്ഷെ ഇങ്ങനെ കിട്ടുന്നുള്ളൂ ഇവിടെ. ഇത് നമ്മൾ കാർഡ്ബോർഡിന്റെ പീസിൽ അങ്ങനെ വെച്ച് ഒട്ടിച്ചതാ. ഇത് മതിയാവുമല്ലോ? അങ്ങനെ ചെയ്യണ്ടേ മിസ്? ഇതൊന്നും കൂടി പറഞ്ഞു തരും. എനിക്ക് അത് കട്ടി കുറവുള്ളതാ കിട്ടിയത്, മറ്റേ കാർഡ്ബോർഡിൽ വെച്ചിട്ടാ ചെയ്തത്. കളർ പേപ്പേഴ്സ് കിട്ടില്ലേ? കളർ പേപ്പേഴ്സ് കളക്ട് ചെയ്യാം. എന്നിട്ട് നടുക്കായിട്ട് നമ്മളൊരു കാർഡ്ബോർഡിന്റെ സ്ക്വയറിൽ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഈ കളർ പേപ്പേഴ്സിൽ അതിൽ ഒട്ടിച്ചു വെക്കാം. നമുക്ക് കുട്ടികൾ കളർ ടാബ്ലറ്റ്സ്, ഇപ്പൊ കളേഴ്സ് പഠിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കളറിംഗ് ബോക്സ് അല്ലെങ്കിൽ കളർ ടാബ്ലറ്റ്സ് നമ്മൾ പറയും. അപ്പൊ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വുഡിന്റെ ആ ഒരു സംഭവം ഉള്ളത്. നിങ്ങളിപ്പോ ഇത് കാണുമ്പോ അങ്ങനെ വെച്ചിരിക്കുന്നുള്ളൂ.
നോക്കുമ്പോ അത് വുഡിന്റെയാ, സൈഡിൽ വരുന്നത് വുഡിന്റെയാണ്. കാണുന്നുണ്ടോ അത്? അപ്പൊ ഇത് വുഡിന്റെയാണ് ശരിക്കും വരുന്നത്. നമുക്ക് വുഡ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല, ഇത് എടുത്ത് മാറ്റാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. അപ്പോ നമുക്ക് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഹോൾഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ആ കളർ ഷെയ്ഡ് വരാൻ പാടില്ല. അതാണ് അതിന്റെ പർപ്പസ്. ഈ ചില കളർ പേപ്പേഴ്സിന്ന് കളർ ഷെയ്ഡ് കുട്ടികളുടെ കയ്യിലേക്ക് വരും, നടുക്കൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് അങ്ങനെ എടുക്കാതെ വരുന്നത്. മിസ് ഇത് കളർ കൈയൊന്നും വരുന്നില്ല കേട്ടോ മിസ്. ഓക്കെ, പക്ഷെ നമ്മള് സെറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ചിലപ്പോ കൈയൊക്കെ പെട്ടെന്ന് വേർക്കുന്ന ടൈപ്പ് ചില കുട്ടികൾക്ക്. അപ്പൊ അവര് തൊടുമ്പോ ചിലപ്പോ അത് കയ്യിൽ ഷെയ്ഡ് വരും. പക്ഷെ അത് അവര് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വൈക്കിലേക്ക് പോവാനും അത് അൺഹെൽത്തി അല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഓരോ കളറും 2 എണ്ണം വീതം വേണം അല്ലെ? ഓരോ കളറും 2 എണ്ണം വീതമാണ്. റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്, ബ്രൗൺ, ഓറഞ്ച്, പിങ്ക്, ലാവൻഡർ അല്ല, വയലറ്റ്, വൈറ്റ്, യെല്ലോ, ഗ്രേ. നിങ്ങള് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അല്ലെ? അയ്യോ മിസ്, 3rd റെക്കോർഡ് കംപ്ലീറ്റ് ആയി. റെക്കോർഡ് തുടങ്ങി മിസ്. 5th റെക്കോർഡിൽ നിങ്ങൾ പഠിക്കും അതിനെ കുറിച്ചിട്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, ഇതാണല്ലേ പറഞ്ഞത്. വാങ്ങിക്കാൻ പോയപ്പോഴേ ഇവിടെ മൊത്തം അന്വേഷിച്ചപ്പോ ഈ കട്ടി കുറവുള്ളതൊക്കെ കിട്ടിയത്. അത് ഞാൻ ഡൗട്ട് ചോദിച്ചത് മിസ്സേ. കട്ടി കുറവ് കുഴപ്പമൊന്നുമില്ല, കളറ് മനസ്സിലായാൽ മതി. നമ്മള് മോനെ ചെയ്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, താങ്ക് യു മിസ്സേ. അത് മിസ്സേ ബ്ലൂ വേണമെന്നൊന്നുമില്ലല്ലോ, 2-3 സൈസ് ബ്ലൂ ഒക്കെയാ, ഏതെങ്കിലും ഒരു ബ്ലൂ മതിയാവില്ലേ? ഓക്കെ, അത് മതി, ഏതെങ്കിലും ബ്ലൂ മതി. എടാ 11 പീസസ് ആ വരുന്നത്. സെക്കൻഡറി കളേഴ്സ് 11 ആണ്. അതില് 2 ജോഡി വീതം വേണം. ഇപ്പൊ നമ്മള് റെഡ് എടുത്തിട്ട് കുട്ടീനോട് പറയണം റെഡ്, അതിൽ റെഡ് എടുക്കാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് പിക്ക് ചെയ്യാൻ പറ്റണം. അത് കണ്ട് സെൻസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. എന്നാണ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കളറിംഗ് ബോക്സ്? മിസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാം, 1 മിനിറ്റ്. നെക്സ്റ്റ് വീക്ക് കേട്ടാ, നെക്സ്റ്റ് വീക്ക് ഡേറ്റ് ഞാൻ ആലോചിച്ചത്. എക്സാം സ്റ്റാർട്ട് ആവൂലേ? ഇല്ലടാ, 1 മന്ത് ഇവരൊക്കെ വിചാരിച്ചിണ്ടാവും ഇത് കുത്തിപ്പൊക്കിയിട്ട് ഞങ്ങക്ക് പണി തന്നൂലേന്ന്. ഇല്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം കളറിംഗ് ബോക്സ് നിങ്ങളുടെ വർക്ക് തന്നെയാണ്. കാരണം 8ന് സബ്മിറ്റ് ചെയ്താ. അതിന്റെ 2 സൈഡിലും ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് വെക്കണമല്ലോ മിസ്സേ? ഇത് വുഡൻ സ്റ്റിക്ക് ആണ്. സ്റ്റിക്ക് ആവുമ്പോ ഐസ്ക്രീമിന്റെ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചാൽ മതി. മിസ് ഇങ്ങനത്തെ മതിയല്ലോ അല്ലെ? മതി. ഓക്കെ അല്ലേ? ഇത് മോള് പറയുന്നുണ്ട്, കളർ പറയുന്നുണ്ട് ചോദിക്കുമ്പോ. കറക്റ്റ്, അതാണ് നമ്മുടെ പർപ്പസ്. അതെ, അറിയാവുന്ന കളർ പറയുന്നുണ്ട് മിസ്. അവളെ ട്രെയിൻ ചെയ്യിക്കാൻ തന്നെ. ഓക്കെ, അപ്പൊ ആരാ സൈൻ ഔട്ട് പറയുന്നേ? മാം, ഞാനാ സൈൻ ഔട്ട് പറയുന്നത്. ഓക്കെ, പറഞ്ഞോ ഹസ്ന. Thank you, ma'am, for the wonderful class. Today we learned about the social emotional development of children, and we also have a knowledge how adults also react. And thank you everyone for attending this class. Thank you. Thank you Asna. Happy New Year എല്ലാവർക്കും. Happy New Year all. Happy New Year everyone. Thank you. Happy New Year.